അയ്യോ, ഹിന്ദിയിൽ വെച്ചാൽ കാണൂല. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ലുക്കായിട്ടാണ് വന്നിരിക്കുന്നത്, വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മേക്കപ്പ് ലുക്കൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ച്. പിന്നെ കുറച്ച് പേര് എന്നോട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിലൊക്കെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാന്നൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം, ഇതിൽ കൂടെ കാണിച്ചു തരാൻ വിചാരിച്ച്. അതുപോലെ തന്നെ എൻ്റെ ഈ ലുക്ക് കുറച്ച് പേർക്ക് ഇഷ്ടമായിട്ട് പേഴ്സണൽ മെസ്സേജ് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ്. ഓക്കെ, ഇതിലാണ് എൻ്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഉള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ ഇട്ടെടുക്കാം. ഞാൻ കുറേ ബേസ് ആയിട്ടൊന്നും ചെയ്യില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ, സൺസ്ക്രീം ഒക്കെ ഒരുമിച്ചുള്ളൊരു പ്രൊഡക്റ്റാണ് ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ. അതാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. ഇത് നല്ല അതിൽ തീരാനായി, അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അണ്ടർ ഐയുടെ അവിടെ കേട്ടോ എനിക്ക് കൂടുതൽ കറുപ്പ് കളർ ഉള്ളത്. അപ്പം ഞാനതൊന്ന് കവർ ചെയ്യും ആദ്യം. ഈ ഭാഗത്തൊക്കെയാണ് എനിക്ക് കൂടുതൽ ഡാർക്ക് കളർ ഉള്ളത്. അപ്പം ഞാൻ അവിടെയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാൻഡർ വെച്ചിട്ട് ബ്ലാൻഡ് ചെയ്യാം. ഞാൻ മിറർ എടുത്തില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ക്യാമറയിലല്ല നോക്കുന്നത്, നേരാണ് നോക്കുന്നത് കേട്ടോ. നെക്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് പോർഷനിലും നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ഈ ബ്ലെൻഡിങ്ങിലാണ് കേട്ടോ നമ്മളെ മേക്കപ്പ് എത്രത്തോളം ഫ്ലോലെസ് ആയിട്ട് കാണും എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഗായ്സ് നല്ലോണം ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ, നോക്കി നോക്കാം, നല്ലോണം ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൺസിലർ ഉപയോഗിക്കുന്നവർ കൺസിലർ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഡാസ്ലറിൻ്റെ കൺസിലറാണ് ഇന്ത്യയിലുള്ളത്. ഞാൻ ജസ്റ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഇന്നത്തെ ഡെയിലി ഷൂട്ടിനൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. കൺസിലർ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബ്ലഷാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ബ്ലഷാണ്. കോമ്പാക്റ്റ് അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യലില്ല. ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നു, പിന്നെ ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യലില്ല. എനിക്കൊരു കേക്കി ഫെയിലൊക്കെ കിട്ടുന്ന കാരണം ഞാൻ ഇത് മാത്രം യൂസ് ചെയ്യും. ഈ ഒരു ഫൗണ്ടേഷൻ മാത്രം, 3-in-1 ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്യും. ഇത് ഞാനൊരു ഫാൻസി കടയിൽ പോയപ്പോൾ മേടിച്ചതാണ്. ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചിക്ക് പോർഷനിൽ ഇട്ട് കൊടുക്കാം. മേലൊക്കെ ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്, ഹൈലൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. നോസിലും ഞാൻ ലാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിൻ ഭാഗത്ത് കുറച്ച്. ഓക്കെ, ഇസ്വാൻ ഉറങ്ങാൻ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മെല്ലെ പറയുന്നത്. അവന് സൗണ്ട് കേട്ട് കുറച്ച് പെട്ടെന്ന് നീക്കൂട്ടും. അതുകൊണ്ട് അവന് ഉറങ്ങി കഴിഞ്ഞാലാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെല്ലെയാണ് പറയണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം, മേലക്കായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ബ്ലഷ് ഇട്ട ഒരു നാച്ചുറൽ ഫീലാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്ലഷാണ്. നോസിലും ഇട്ട് കൊടുക്കാം. ഓക്കെ,
അപ്പം ബ്ലെൻഡ് ആയിട്ടുണ്ട്. അധികം ഒന്നും ഇട്ടുള്ളൂ, ജസ്റ്റ് ഒരു നാച്ചുറൽ ലുക്ക്. ഞാൻ ഇതിന് ചെയ്ത അങ്ങനത്തെ ഒരു ലുക്കാണ്. അപ്പം ഞാൻ അതിന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ലുക്കാണ് ചെയ്യണത്. അപ്പം ജസ്റ്റ് ഒരു കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. കണ്ടില്ല. ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഐഷാഡോ ഐഷാഡോ കുറച്ച് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു സ്കിൻ കളർ, ഈ ഒരു ഷെയ്ഡ് സ്കിൻ കളർ ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡ് കാണില്ല, പക്ഷെ നല്ലൊരു പോപ്പായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ഷെയ്ഡ് വെറും ഇട്ട് കൊടുക്കുകയാണ്, നാച്ചുറൽ ലുക്ക് കിട്ടും ഈ ഒരു ഷെയ്ഡ് ഇട്ടാൽ. പക്ഷെ കണ്ണ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണൊരു പോപ്പ് ഫീൽ. അതിനുശേഷം ഈ പിങ്ക് ഷെയ്ഡ് അതും അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മളെ ഐ ഭാഗം ഐഷാഡോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ ജസ്റ്റ് ഒന്ന് ഇതേ പിങ്ക് കളർ, ഈ പിങ്ക് കളർ. ഓക്കെ, അടിയിൽ ജസ്റ്റ് ഒരു, ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ എനിക്കറിയണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്തിനാ, ഞാൻ ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ ജസ്റ്റ് അടിയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കണ്ണൊന്ന് പോപ്പായി കാണും, അതിനാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കണ്ണുള്ളവർക്ക് ഇങ്ങനെ പോപ്പായി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പും ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഐലൈനറാണ്. എൻവൈപ്പിയുടെ ഐലൈനറാണ്. കുറേ യൂസ് ചെയ്തിട്ട് ഞാൻ ഏകദേശം കഴിയാനായി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐലൈനർ കൂടിയാണ് കേട്ടോ. ഞാൻ മിററിൽ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ പണി കിട്ടും. ഐലൈനർ ഒരിക്കലും ഇത് നല്ലപോലെ ആവലില്ല, ശ്രമിക്കാം. അതിൽ ചെറുതായിട്ട്. ഇനി നമുക്ക് വിങ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിലെ വിങ്സ് ഒക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ണുമത്തെ സക്സസ്ഫുൾ ആയിട്ടാണ്. നമുക്ക് അടുത്തതൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ണിൽ കുറച്ച് വലുതായി പോയി. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും വിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു. ഐബ്രോ ഫിൽ ചെയ്യാം. ഓക്കെ, ഐബ്രോ ഒന്ന് കോം ചെയ്ത് കൊടുക്കണം. ഇതും ബ്രാൻഡഡ് ഒന്നുമല്ല, ഇത് ഫാൻസിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ പിരികത്തിൻ്റെ ഷേപ്പ് കണ്ടില്ല, പ്രത്യേക മോഡലാണ് കേട്ടോ. ചെറുപ്പത്തിൽ കട്ട് ചെയ്തതിൻ്റെ ഒരു ഇതായിട്ട് വന്നതാണ്. ത്രെഡ് ചെയ്യുമ്പോൾ ത്രെഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പിരികളുണ്ട്. അതിൽ പിരികത്തിൻ്റെ ഷേപ്പ് കണ്ടില്ലേ. ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യേണ്ടത്. കണ്ടില്ല, ജസ്റ്റ് ഒന്ന് ഒരു കളർ ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടില്ല കേട്ടോ. നല്ല പിരികം വരച്ച ഒരു അങ്ങനത്തെ ഒരു മോഡലായി വരും. ജസ്റ്റ് ഈ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ്. ഈ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇനി ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ഒക്കെ ആവും. അപ്പോൾ നമുക്ക് വരച്ച ഒരു ഫീല് കിട്ടില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, നാച്ചുറൽ ലുക്കായി കിട്ടും, നാച്ചുറൽ ഐബ്രോ ആയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ ചെയ്യാൽ. ഓക്കെ, നമ്മൾ ഐബ്രോ ആയി, ഐ മേക്കപ്പ് ആയി, ബേസായി. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഞാൻ 3 ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. ആദ്യം ഞാൻ യൂസ് ചെയ്തത് ഡാസ്ലറിൻ്റെ DLC 025, അതാണ് ഞാൻ ആദ്യം. ഡാസ്ലറിൻ്റെ DLC 025 ആണ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ലിപ്പ് ഷേപ്പ് ആക്കാൻ ചെയ്യട്ടോ.
ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യണത് ഡസ്ലറിൻ്റെ തന്നെ DLC 003 ആ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ലൈറ്റ്. DLC 025 കുറച്ച് ഡാർക്കാണ്, ഇത് കുറച്ച് ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ് ഇതെല്ലാം കൂട്ടുന്ന ബ്ലെൻഡ് ചെയ്യാം. കൈകൊണ്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കണ്ട. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടും കൂട്ടി യൂസ് ചെയ്താൽ ഈ ഒരു ഷെയ്ഡാണ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 2 ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. ഓക്കെ, ഇതാണ് ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഷെയ്ഡ്. ഞാൻ ഇത് 2 യൂസ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹൈലൈറ്റ് ആണ്. അപ്പോൾ ഹൈലൈറ്ററും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടോ. ഓക്കെ, എൻ്റെ മകൻ നീച്ചുണ്ട് കേട്ടോ. ഹൈലൈറ്റർ അവിടെ നോട്ടെ. ഹൈലൈറ്റർ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ മസ്റ്റ് ഹാവ് ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യണത്. ചീക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കും. ഈ ഒരു സൈഡും കൂടി ഇട്ട് കൊടുക്കണം. നോസിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ചിൻ ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ ഇവിടെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനന്ന് ചെയ്ത ഒരു മേക്കപ്പ് ലുക്ക്. കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ എല്ലാവർക്കും. അപ്പോൾ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തരാമെന്ന് വെച്ച് ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം. ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഗായ്സ്, എനിക്ക് മൈക്ക് ചെറുതായിട്ടൊരു പണി വന്നിട്ടുണ്ട്. അതിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ വോയിസ് ഇടാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഒന്ന് ക്ഷമിക്കുക, ഒന്ന് ഇഗ്നോർ ചെയ്യട്ടോ. ഗായ്സ്, ഇതാണ് എൻ്റെ ഈ ലുക്ക്. ഫുൾ ഔട്ട് ലുക്ക് ഇതാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയറിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാംഗിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പേസ്റ്റൽ പിങ്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡായിട്ടുള്ളൊരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നെക്ലേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നെക്ലേസ് ഇത് ഞാൻ ഫാൻസി ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഈ ഇയറിങ് വേണ്ടവർ എൻ്റെ അക്കൗണ്ടിൽ പോയി ചെക്ക് ചെയ്യുക. അതിൽ ഞാൻ കൊലാബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവർ സെൻഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ബൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. എന്തായാലും ബൈ ചെയ്ത് നോക്കട്ടെ. നല്ലൊരു എല്ലാ ഔട്ട്ഫിറ്റിലേക്ക് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു ഇയറിംഗ് കൂടിയാണ് കേട്ടോ. ഒരു ലുക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.